കിഴക്കടുത്തുകാരുടെ വിളിച്ചൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങൾ വെട്ടുന്ന തുണ്ട 2 പാർട്ടീസാ. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്. അതാണ് അതിന്റെ ഒരു ലൈൻ. ഞാൻ തിരിച്ചാ, എനിക്ക് പൊട്ടുത്താ ശീലം. നടുറോട്ടിലിട്ടും തല്ലും ഞാൻ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല് മതമിളകി ആന കുത്താൻ വന്നാൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ? എന്ത് പറ്റിയതാ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ച് നിന്നതാ, അത് കുത്തിയേച്ചും പോയി. ശരിക്കും ദൈവമാണ് എന്നെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചത്. ഇത് പിടിച്ചേ, നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അല്ല, എല്ലാം കഴിഞ്ഞിട്ട് എന്റെ പുറകീന്ന് ആക്കിയ ഒരു ഇളി ഉണ്ടല്ലോ, അതുണ്ടോന്ന് നോക്കിയതാ. സൂര്യ പോണ്ടടാ, സൂര്യ വേണ്ടടാ. പിന്നെ ഇന്ന് വിളിക്കല്ലേ, ഞാൻ ഈ കല്യാണം ഉറപ്പിച്ചോട്ടെ. ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? ഓ, റബ്ബർ വെട്ടി പാലൊഴുകണ പോലെയല്ലേ ചോര ഒഴുകണത്. ജീവനി കൊതിയുള്ളവന്മാർ വല്ല കുണ്ടിലും പോയി ഒളിച്ചോട്ടാ. ഇതിങ്ങനെയാണ്. നിന്നാണെന്നാ ഉള്ള പറയാല്ലേ? നീ പുലിയാണ് കേട്ടാ. വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ അണ്ണാ. അണ്ണാ 2 വട. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ മുളച്ച് വട പോലെയാകും. 4 വട എടുത്തോ. എന്താ ഇത്? എനിക്ക് 2 വടയിൽ പോച്ചു പറ്റുമാ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇയാൾക്ക് എന്താണ് വയ്യേ? കെട്ടിക്കാണോ? ചേട്ടാ ഈ പരിപാടി അങ്ങ് നിർത്തിക്കോ. ഇതിന് ഞങ്ങള് നോക്കിയോണ്ട് നമുക്കും ജീവിക്കണ്ടേട്ടാ. അതെങ്ങനെ ശരിയാവണം മോനെ? ഫോർക്കിന് അടിച്ചോളൂ കൂടെ ഇല്ലേ, അതെടുത്ത് തലഞ്ഞ അടിച്ചു വിളിക്കും, അപ്പൊ ശരിയാവും. എന്താ മോനെ?